എല്ലാ വരിയും ചിലപ്പോൾ പ്രധാനപ്പെട്ടതായി മാറും. അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ടതാണ് ആ ഡെഫിനിഷൻ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അതിൽ ഉദാഹരണങ്ങളുണ്ട്, ഉദാഹരണങ്ങളും പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നീട് ആ പേജ് ലാസ്റ്റിലേക്ക് ഒരു ദിക്ർ, എല്ലാ പാഠത്തിലും ഓരോ ദിക്റുകളും പഠിക്കാനുണ്ട്, അതും പഠിച്ചു വെക്കുക, അതിൻ്റെ അർത്ഥവും പഠിച്ചു വെക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം റബ്ബന ആമന്ന ഫഗ്ഫിർ ലനാ വർഹംന. അതിന് ഉത്തരം അൻത ഖൈറുർ റാഹിമീനാണ്. ഇതിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കിൻ്റെ പാഠം കഴിഞ്ഞാൽ പിന്നെ തൊട്ടുപ്പുറത്തെ പേജിൽ പകർത്തി എഴുതാനുള്ള ഒരു കോളുണ്ട്. അതിലെ ആയത്തുകൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കട്ടോ. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് റബ്ബന ആമന്ന ഫഗ്ഫിർ ലനാ വർഹംന വ അൻത ഖൈറുർ റാഹിമീൻ. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തതാണ് ആൻസർ. നെക്സ്റ്റ് അംവാൽ. അംവാൽ എന്നുള്ളത് ഇതിൽ ഏതാണ് ആൻസർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എഫ് ആണോ ഇദ്ഗാമാണോ ഇൽഹാറാണോ എന്നുള്ളതാണ്. അപ്പോൾ വാല്, അംവാല്. ഓക്കെ, അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള വാവ് വന്നാൽ, അല്ലെങ്കിൽ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമോ ബാओ അല്ലാത്ത ഏതക്ഷരം വന്നാലും അതിന് പറയുന്ന പേരാണെന്ത്? ഇൽഹാർ. ഓക്കെ, അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം ബാओ ആണ്, ബാओ മീമോ അല്ലാത്ത ഏതക്ഷരം വന്നാലും അതിന് പറയുന്ന പേരാണെന്ത്? ഇൽഹാർ. ഇൽഹാർ എന്ന് പറഞ്ഞാൽ ഉന്നത്ത് നൽകാതെ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഉന്നത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നൂന്, ഈ നൂന് നമ്മൾ ഉന്നത്ത് നൽകിയ അന്ന. ഓക്കെ, അപ്പോൾ ഇതിന് ഉന്നത്ത് നൽകാതെ ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്തായി? അംവാൽ, അംവാൽ. ഓക്കെ, മണിക്കലൊന്നുമില്ല, അംവാൽ എന്നല്ല, അംവാൽ. ഓക്കെ, അതാണ് ഇൽഹാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൽഹാർ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമ്, ഇവിടെ അംവാലിൽ മീമിന് സുക്കൂനാണ്, ശേഷം ബാഉ അല്ല വന്നത്, മീമും അല്ല, ഹർക്കത്തുള്ള ബാओ മീമോ അല്ലാത്ത ഏതക്ഷരം വന്നാലും അതിന് പറയുന്ന പേരാണെന്ത്? ഇൽഹാർ. ഓക്കെ, അങ്ങനെ പഠിച്ചു വെക്കട്ടോ. അഹൂഹും സ്വാലിഹ്, അഹൂഹും സ്വാലിഹ്. ഓക്കെ, ഇതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സുക്കൂനുള്ള മീമിന് ശേഷം എന്താ വന്നത്? സ്വാദ വന്നത്, സ്വാ ആണ്. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള ബാओ മീമോ അല്ല വന്നിട്ടുള്ളത്, മറിച്ച് ഏതാ വന്നത്? സ്വാദാണ് വന്നത്. അപ്പോൾ ഇതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഇൽഹാറാണ്. ഓക്കെ, ഇൽഹാറാണ്. ഇൽഹാറായ എന്ത് ചെയ്യരുത്? ഉന്നത്ത് നൽകരുത്. ഉന്നത്ത് പറഞ്ഞാൽ മണിക്കരുത്. അപ്പോൾ എങ്ങനെ ഓതുക? അഹൂഹും സ്വാലിഹ്, അങ്ങനെ കേട്ടോ ഓതുക. നെക്സ്റ്റ് ചോദ്യം ഇൽഹാറിനൊരു ഉദാഹരണം കണ്ടെത്താനാണ്. അപ്പോൾ ആദ്യത്തത് ഇൻ കുന്തും മൂഖിനൂൻ, സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നു. ഫഹും ലാ യശ്ഉറൂൻ, സുക്കൂനുള്ള മീമിന് ശേഷം ലാമ് വന്നു. ഫഖദ് കദ്ദബൂകും ബിമാ, സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം സുക്കൂനുള്ള മീമിന് ശേഷം ബാओ മീമോ അല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും അതിനെന്ത് ചെയ്യാം? ഇൽഹാർ ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഠിച്ച പ്രകാരം ഇതിലേതാ വരിക? രണ്ടാമത്തേതാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ഇത് ഞാനൊരു പ്രാവശ്യം ചെയ്ത് നോക്കിയതാണ്, അതാണ് ഇതിൽ മാർക്കഡായിട്ട് കാണുന്നത് കേട്ടോ. ഖാല നഅം വ ഇന്നക്കും, ഖാല നഅം വ ഇന്നക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സുക്കൂനുള്ള മീമിന് ശേഷം ആര് വന്നു? ഹർക്കത്തുള്ള വാവ് വന്നു. അപ്പോൾ ഇവിടെ എന്ത്? ഇൽഹാറാണ്. എന്നാൽ അവിടെ പകരം ബാओ മീമോ ആയിരുന്നു വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യായിരുന്നു? ഇഖ്ഫാ ചെയ്യുമായിരുന്നു. ഓക്കെ, ക്ലിയർ. പിന്നെ ഇൽഹാർ എന്നാൽ എന്ത് എന്നാണ്? സുക്കൂനുള്ള മീമിന് ശേഷം